മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. നമ്മൾ ഇന്നൊരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 3 വലിയ സവോള ചെറുതായിട്ട് നൈസായിട്ട് അരിയണേ. ഇത് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. പിന്നെ ഒരു 4 വലിയ സവോള നമുക്ക് വഴറ്റാനായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാനേ. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, 2 കുടം വെളുത്തുള്ളിയാണിത്. ഒരു 100 ഗ്രാം ഇഞ്ചിയുണ്ട്. പിന്നെ ഒരു 10-15 പച്ചമുളക്. പച്ചമുളകിൻ്റെ എരിവാണ് നമ്മുടെ ബിരിയാണിക്കകത്ത് വരുന്നത്. ആ ചിക്കൻ കറിക്കകത്ത് വേറെ മുളകൊന്നും ഞാൻ ചേർക്കത്തില്ല, അതുകൊണ്ടാണ് ഒരു 10-15 പച്ചമുളക് ചേർക്കുന്നത്. പിന്നെ ഒരു 4 വലിയ ടൊമാറ്റോ ചേർക്കുന്നുണ്ട്. ഇതൊരു 1.5 കിലോ ചിക്കനാണ്. അത് നമ്മൾ നന്നായിട്ട് പീസാക്കി വാഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ നമുക്ക് ഏറ്റവും അവസാനം വേണ്ടത് ഈ കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ നമ്മൾ വറുത്തിടണേ. പിന്നെ തൈര് വേണം, ഗരം മസാല വേണം, മല്ലിയില, പുതിനയില, അതൊക്കെ ഞാൻ ആ കുക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം കാണിച്ചു തരാം. നമ്മൾ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് ഈ വെളുത്തുള്ളിയും പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് ശരിക്കൊന്ന് അരച്ചെടുക്കണേ. ഇഞ്ചി ഞാനുണ്ടല്ലോ ചെറിയ പീസാക്കി ഒന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇഞ്ചി ശരിക്കും അങ്ങോട്ട് അരഞ്ഞു വരത്തില്ല. ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 3 ഗ്ലാസ് കൈമ റൈസ് എടുത്തേക്കുന്നത്. ഇത് നല്ല ചെറിയ അരിയാണ്, ഇതിന് നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട്. ഈ റൈസ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പം ഈ നീളമുള്ള റൈസിനെക്കാട്ടി നല്ലത് എപ്പോഴും ഈ ചെറിയ കൈമ റൈസ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നതാണ്. ആദ്യം ഞാൻ ചോറങ്ങ് ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പം ഞാൻ ഇതുപോലെ ഒരു കുക്കറിനകത്തോട്ട്, വിസിലൊന്നും ഇടത്തില്ല കേട്ടോ, വെറുതെ കുക്കറിനകത്ത് വെള്ളം വെച്ചിട്ട് ഒരു നല്ലൊരു പീസ് പട്ട, പിന്നെ ഒരു 4-5 ഏലക്ക, പിന്നെ ഒരു 4-5 ഗ്രാമ്പു, ഇതെല്ലാം കൂടി ഇട്ടേക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നല്ലൊരു ബേ ലീഫാണേ. അതൊന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടേക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടായി ഇതിനകത്ത് ഈ സ്പൈസസിൻ്റെ ഒക്കെ ആ ഒരു സ്മെല്ല് നന്നായിട്ട് ഇറങ്ങും. അതിനുശേഷം വേണം നമ്മൾ അരി നന്നായിട്ട് വാഷ് ചെയ്ത്, കുക്കറിനകത്ത് വിസിലൊന്നും ഇടരുത് കേട്ടോ, വെറുതെ ഇങ്ങനെ തുറന്നിട്ട് ഞാനങ്ങ് വേവിക്കത്തേ ഉള്ളൂ. ഇത് വേറൊരു സ്റ്റൗവിലോട്ട് വെച്ചിട്ട് ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് 1 ഗ്ലാസ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആ ഓയിലിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ്, ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്യണേ. ഈ ഓയിലിൻ്റെ കൂടെ ഈ നെയ്യുടെ ഒരു ഫ്ലേവറും കൂടെ നന്നായിട്ട് വേണം, എന്നാലേ നമുക്ക് ഉള്ളിയിലൊക്കെ ആ ഒരു നെയ്യുടെ ആ ഒരു മണവും രുചിയും ഒക്കെ കിട്ടത്തുള്ളേ. അണ്ടിപ്പരിപ്പും ആ കിസ്മിസും കൂടെ നമ്മളങ്ങ് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് വീണ്ടും ഈ ഓണിയനും കൂടി ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആകരുത്, ഒരു ലൈറ്റ് ഒരു ബ്രൗൺ ആകുമ്പോഴത്തേന് ഇതങ്ങ് കോരി മാറ്റിയേക്കണേ. ഈ സെയിം എണ്ണ ഉപയോഗിച്ചാൽ നമ്മൾ പിന്നെ ചിക്കൻ കറിക്കുള്ള സവോളയൊക്കെ വഴറ്റത്തില്ലേ, ഈ സെയിം എണ്ണ ഉപയോഗിക്കുക. അപ്പൊ ഈ എണ്ണയൊന്നും നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. ഈ കിസ്മിസ് ഇട്ടപ്പം ചെറുതായിട്ട് ഒന്ന് പൊട്ടിയത് എന്താണെന്നറിയാവോ, ഞാൻ ഈ കിസ്മിസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കും കേട്ടോ. ചില കിസ്മിസിനകത്തൊന്നും ചിലപ്പം ഇച്ചിരി മണ്ണോ ഒക്കെ കിട്ടുന്ന കാണാം. ഇനി നമുക്ക് ഈ നൈസായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന 3 സവോള ഇതിലേക്ക് വഴറ്റാനിടാം. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സവോള നന്നായിട്ട് നൈസായിട്ട് അരിയണേ, അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പലതിനും പല കളറായിപ്പോ. ഈ ഉള്ളി ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കൂടി കിടക്കുന്നതേ ഉള്ളൂ. ഇതൊരു സ്വല്പം അങ്ങോട്ട് കഴിയുമ്പോഴുണ്ടല്ലോ ഇത് ഒരുപോലെ കിടന്നോളും. ഇത് ആദ്യത്തെ ആ ഒരു, നമ്മൾ ഒത്തിരി അങ്ങ് എണ്ണയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ വേസ്റ്റ് ആയിപ്പോവും, നമുക്ക് അത്രയും ഉപയോഗിക്കാൻ പിന്നെ പറ്റത്തില്ലേ. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആകട്ടെ, കുറച്ച് നേരം കഴിയുമ്പം ബാക്കി കാണിക്കാവേ. ഞാൻ ഈ ഉള്ളി ഇവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചപ്പോൾ അപ്പുറത്തെ സ്റ്റൗവിൽ നമ്മൾ ഈ ചോറിനുള്ള വെള്ളവും വെച്ചായിരുന്നേ. ഇപ്പം അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാവേ. അരി ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ഇടുന്ന ആ സമയത്ത് മാത്രം അരി കഴുകിയാൽ മതി കേട്ടോ, അതിന് മുമ്പ് അങ്ങ് കഴുകേണ്ട കാര്യമില്ല. അതായത് ചിലപ്പോൾ കുതിർത്തൊക്കെ വെക്കുമല്ലോ, അത് നമ്മൾ അല്ലാതെ വെള്ളമില്ലാതെ ഫ്രൈ ചെയ്തെടുക്കാവുന്ന ടൈപ്പ് ചോറുണ്ടല്ലോ. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം അങ്ങനെ വെച്ച്. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇപ്പോൾ ഇങ്ങനെ സാധാരണ ചോറ് നമ്മൾ വെക്കത്തില്ലേ, അതുപോലെ അങ്ങ് ഉണ്ടാക്കി ചോറെല്ലാം കൂടെ അരിച്ച് അവസാനം എടുക്കുവേ. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് വേവ് കിട്ടും. എനിക്ക്
മറ്റേത് ചെയ്യുന്നതിനെക്കാട്ടി ഇതാണ് കുറച്ചുകൂടെ ചെയ്യാൻ സൗകര്യമെന്ന് തോന്നിയിട്ടുണ്ട്. അത് ചില സമയത്ത് അതിൻ്റെ വേവ് ചിലപ്പോൾ അങ്ങോട്ട് കറക്റ്റായിട്ട് വരത്തില്ല. ഇതാകുമ്പോൾ നമുക്കത് നോക്കിയിട്ട് കറക്റ്റ് ആ ടൈമിൽ അങ്ങ് എടുക്കാം. നമ്മൾ നേരത്തെ ഉള്ളി ഇട്ടപ്പം ഉള്ളി നന്നായിട്ട് പൊങ്ങിക്കിടക്കായിരുന്നല്ലേ? ഇതിപ്പോൾ കണ്ടോ, അതിൻ്റെ ആ ഉള്ളിയുടെ ആ ഒരു ജലാംശമൊക്കെ അങ്ങ് മാറുമ്പോഴുണ്ടല്ലോ ഇതുപോലാകും. അപ്പം നമ്മൾ അതിനനുസരിച്ച് ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ. ഇതിപ്പോൾ കറക്റ്റ് എണ്ണയാണ്. കണ്ടോ, ഒരു ഗ്ലാസ് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക്. അത് ഓയില് പിന്നെ കോക്കനട്ട് ഓയിലല്ല കേട്ടോ, ഏതേലും ടൈപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടാണ് ചേർത്തേക്കുന്നത്. നെയ്യൊക്കെ ഒന്നി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ അതുപോലെ നല്ല ബ്രാൻഡിൻ്റെ ഏതെങ്കിലും നെയ്യ് വേണം ഉപയോഗിക്കാൻ. ഈ നെയ്യുടെ ടേസ്റ്റും അതിൻ്റെ ആ ഒരു മണവും ഒക്കെ കിട്ടണമെങ്കിൽ നല്ല നെയ്യായിരിക്കണം, എന്നാലേ ആ ബിരിയാണിക്ക് അതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ വരത്തുള്ളൂ. ഉള്ളി നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യാൻ ഇടുമ്പോൾ ഉണ്ടല്ലോ, ഉള്ളി കുറേ നേരം എടുക്കും കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ. ഒരു മീഡിയം ഫ്ലെയിമിലേ വെച്ച് ഫ്രൈ ചെയ്യാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉള്ളി അങ്ങ് കരിഞ്ഞു പോകും. പിന്നെ ഉള്ളി കരിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റായി പോകും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ ഒരു 1-2 മിനിറ്റും കൂടെ ആകുമ്പോഴത്തേന് ഇത് ഫ്രൈ ആവും. അത്രയുള്ള ഒരു ഗോൾഡൻ ബ്രൗൺ മതി, അല്ലാതെ ഭയങ്കര ഡാർക്ക് ഒന്നും ആയി പോകരുതേ. അന്നേരം പിന്നെ കറിയുടെ ടേസ്റ്റും ആ രുചി എല്ലാം അങ്ങ് മാറിക്കിട്ടും. അപ്പം നമ്മൾ ഈ ഉള്ളി ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകരുത്. അതിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണേ. നല്ല ബിരിയാണി കഴിക്കണമെങ്കിൽ ഒന്നും മെനക്കെടണം. ബിരിയാണി ഉണ്ടാക്കി ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈ ഇതുപോലെ ഈ ഉള്ളി ഫ്രൈ ചെയ്യുന്നതും. പിന്നെ നമ്മൾ ആ കറി ഉണ്ടാക്കാൻ നേരം സവാള ഇട്ട് വഴറ്റി ആ പച്ചമുളകത്തിൻ്റെ ആ ഒരു പച്ച മണം എല്ലാം മാറി കിട്ടണേ, അല്ലെങ്കിൽ ബിരിയാണി കൊള്ളില്ല. പിന്നെ അതിന് കുറച്ച് നേരം ഇട്ട് ഇളക്കണം. ഇത് ബ്രൗൺ കളർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ടിഷ്യൂ എടുത്ത് വെച്ചേക്കണം പ്ലേറ്റിലേക്ക്. എന്നിട്ട് ഇത് പതുക്കെ കോരിയങ്ങ് ഇട്ടാൽ മതി. ഈ ഉള്ളി ഒന്ന് ഫ്രൈ ആകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ കോരിയെടുക്കാൻ. ഈ സവോള മേടിക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ ആ തൊലി നന്നായിട്ട് ഇളകുന്ന ടൈപ്പ് സവോള വേണം നോക്കിയെടുക്കാൻ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും. അതായത് ശരിക്കും ഉണങ്ങാത്ത ഉള്ളിയായിരിക്കും ചില സമയം നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മളിങ്ങനെ വഴറ്റുമ്പോഴത്തേന് അതിനകത്തുനിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ആ പുറത്തെ തൊലി നല്ലപോലെ ഇളകി വരുന്ന ടൈപ്പ് സവോള ഉണ്ടല്ലോ, അത് നോക്കി വേണം നമ്മൾ മേടിക്കാൻ. അങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ എല്ലാവരും മനസ്സിലാക്കി വെക്കണേ. ഇതങ്ങ് കോരിയെടുക്കുക. ഇത്രയും ബ്രൗൺ ഒക്കെ ആയാൽ മതി, ഒരു ലൈറ്റ് ബ്രൗൺ ആയി കിട്ടിയാൽ മതിയേ. ഉള്ളി ഒന്നും കൂടെ ഒന്ന് മൂക്കും. കണ്ടോ, ഒരു ഗോൾഡൻ ബ്രൗൺ. ഈ സമയം നമ്മൾ മാറ്റിയേക്കണേ. കുറെ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതങ്ങ് ബ്രൗൺ ആയിപ്പോവും. അപ്പൊ പിന്നെ കറിയുടെ ടേസ്റ്റ് ഒക്കെ മാറിപ്പോകും കേട്ടോ. നമുക്കിനി ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാവേ. അതിനായിട്ട് ഇത് ഉള്ളി പൊരിച്ച് വെച്ചതിൻ്റെ ബാക്കി എണ്ണയില്ലേ, ആ എണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഉള്ളിയുടെ ഫ്ലേവറും എല്ലാം നന്നായിട്ട് ഇതിനകത്ത് ഉണ്ടാകും. ഇതാണ് ഞാൻ പറയുന്നത്, ആദ്യം നമ്മൾ അളന്ന് 1 ഗ്ലാസ് എണ്ണ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ ആകരുത് കേട്ടോ. അതാകുമ്പോൾ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം വറുത്ത് സവോളയും വഴറ്റി വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആ കറിക്ക് ആവശ്യമുള്ള എണ്ണ കിട്ടും. എണ്ണ മാത്രമല്ല അതിനകത്ത് നെയ്യും ഉണ്ട്. ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. അത് നെയ്യുടെ ഒരു ഫ്ലേവർ കിട്ടണമല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സവോള നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണേ. സവോള ഇവിടെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു പകുതി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ അരച്ച ആ ഒരു പേസ്റ്റ് ഇല്ലേ, അതും കൂടെ പേസ്റ്റ് പോലെ അരച്ചിട്ടില്ല, ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ കേട്ടോ. ഇത് പേസ്റ്റ് പോലെ ആക്കിയിട്ടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ഈ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു റോ ടേസ്റ്റ് ശരിക്കും മാറണം കേട്ടോ. ഇത് ശരിക്കും കുറേ നേരിട്ടൊന്ന് വഴറ്റണം, എന്നാലേ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി കിട്ടത്തുള്ളൂ. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇനി വെക്കാവുള്ളേ. നമ്മൾ ആദ്യം ഈ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ അങ്ങ് ഇട്ട് കഴിയുമ്പോഴുണ്ടല്ലോ ഇതിൻ്റെ അടിയിൽ പെട്ടെന്ന് പിടിക്കും. ഞാൻ ആദ്യം ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സവോള ഇടുന്നതിന് മുമ്പ് ഈ
ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ടായിരുന്നു ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരുന്നതേ. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഇത് പെട്ടെന്ന് ഈ പാത്രത്തിൻ്റെ അടിയിൽ അങ്ങ് പിടിക്കും അത്. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ആദ്യം സവോള ഇട്ട് വഴറ്റും, എന്നിട്ടേ ഞാൻ ഇതിട്ട് വഴറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ എന്ത് സാധനമാണേലും ആദ്യം നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ഫ്ലോപ്പായി പോകും കേട്ടോ. പിന്നെ നമ്മൾ ഒരു 2-3 പ്രാവശ്യം ചെയ്ത് വരുമ്പോഴാണ് എല്ലാം നമുക്ക് കറക്റ്റ് ആകുന്നത്. അല്ലാതെ ആദ്യത്തെ പ്രാവശ്യം തന്നെ എല്ലാവർക്കും ഒന്നും ശരിയാകത്തൊന്നുമില്ല. ചില കുട്ടികളുണ്ട് ഒരു പ്രാവശ്യം ഒന്നും കുക്ക് ചെയ്ത് ശരിയായാലും അയ്യോ എനിക്ക് ഇത് പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ തോന്നും. അത് വെറുതെ. 2-3 പ്രാവശ്യം ഒന്നും നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. ഭയങ്കര ടേസ്റ്റിൽ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഒരു 4-5 മിനിറ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് വഴറ്റുവേ, എന്നിട്ട് ഞാൻ കാണിക്കാം. നമ്മൾ ഈ സവോള ഇവിടെ വഴറ്റാൻ തുടങ്ങിയിട്ട്, സവോള മാത്രമല്ല പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വഴറ്റാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റോളമായി. ഞാൻ നന്നായിട്ടത് വഴറ്റി ആ സവോളയുടെ ആ ഒരു വെള്ളമൊക്കെ മാറി ഇപ്പോൾ ആ ഒരു ഓയിൽ തെളിഞ്ഞു വരുന്നതുണ്ടോ. അപ്പോഴത്തേന് നമ്മുടെ ഈ ഇതിൻ്റെ ആ ഒരു പച്ച ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഈ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ, അതെല്ലാം മാറി നല്ല പോലെ ആയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണേ. കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂൺ. 1 ടീസ്പൂൺ ഗരം മസാല. നമ്മൾ കുറച്ച് കഴിയുമ്പം കുറച്ചുകൂടെ ഗരം മസാല ഇടുവേ. ഇപ്പം നമ്മൾ 1 ടീസ്പൂണേ ഇടുന്നുള്ളൂ. പിന്നെ ഒരു ബേ ലീഫ് ഇല്ലേ, അത് 2ആയിട്ടൊന്ന് കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് വഴറ്റണം. നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ലേ, ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 4 ടൊമാറ്റോ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ, അത് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇതും ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വഴന്നിട്ട് ആ ഒരു പച്ച ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് മാറിക്കിട്ടണേ. ഒരു 3-4 മിനിറ്റ് ഞാൻ ഇതും കൂടെ ഒന്ന് വഴറ്റിയിട്ട് കാണിക്കാം. എന്നിട്ടാണ് നമ്മൾ തൈരും കുറച്ച് നാരങ്ങ നീരും ഒക്കെ ചേർക്കുന്നത്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഒരു 3-4 മിനിറ്റ് കഴിയുമ്പം ബാക്കി ഞാൻ കാണിക്കാം. നമ്മളിവിടെ ഇത് വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞ്, അപ്പം ആ ടൊമാറ്റോസൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടൻ തക്കാളി ആണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിപ്പം മറ്റേ ടൈപ്പ് കുറച്ചുകൂടെ കട്ടിയുള്ള ടൈപ്പ് തക്കാളി ആയതുകൊണ്ട് ഇത് വേവാനൊക്കെ കുറച്ച് സമയം എടുക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുകയാണേ. എന്നിട്ട് നമ്മൾ നേരത്തെ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സവോളയില്ലേ, അതിൻ്റെ ഒരു ഹാഫ് ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുവേ. പിന്നെ നമുക്ക് ആ ഒരു മേളിൽ ആ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് പൊണിയും മാത്രം വെച്ചാൽ മതി. ബാക്കി നമുക്ക് ഇതിനകത്ത് ഇടാവേ. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഈ ഫ്രൈ ചെയ്ത ഉള്ളി ഇതിനകത്ത് കിടക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫ്രൈ ചെയ്ത ഉള്ളിയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും, എല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. എൻ്റെ ചാനലൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവുമല്ലോ. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോണേ. ഇനി നമുക്ക് വേണ്ടത് സ്വല്പം നാരങ്ങ, ഒരു ചെറിയൊരു നാരങ്ങ, ആ നാരങ്ങയുടെ നീരും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണേ. നാരങ്ങ നീരും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചിയാണ്. ഇതിപ്പം നമ്മൾ ഇതിനകത്ത് തൈര് ചേർത്തിട്ടുണ്ട്, ടൊമാറ്റോസ് ചേർത്തിട്ടുണ്ട്, എന്നാലും ഈ നാരങ്ങയുടെ ഒരു ഫ്ലേവറും കൂടെ വരുവാണെങ്കിൽ നല്ലതായിരിക്കും. നാരങ്ങ നമ്മൾ പിഴിയുമ്പോൾ ഇതിൻ്റെ അരി മാറ്റാൻ മറക്കരുത്, അരി എടുത്ത് കളഞ്ഞേക്കണം ആദ്യം. ഇപ്പം നമ്മളെല്ലാം ആ ചേരുവകളെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ആ ചിക്കൻ ഇതിനകത്തോട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തേക്കണേ. മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ വേവിക്കണം. ഇപ്പം കുറച്ച് ഇളന്ന കോഴിയാണെങ്കിൽ നമുക്ക് 1/2 മണിക്കൂർ കൊണ്ട് റെഡിയായി കിട്ടുവേ. ചില കോഴിയുണ്ടല്ലോ ഭയങ്കര മൂത്തതായിരിക്കും, അപ്പോൾ പിന്നെ കുറച്ച് നേരം കൂടെ അത് വേവൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കി അങ്ങ് എടുത്താൽ മതിയേ. നല്ല ഒരു മണം വരുന്നുണ്ട്. ആ ഒരു ബിരിയാണിയുടെ ആ ഒരു മിക്സ് അങ്ങോട്ടായി കഴിയുമ്പോൾ നല്ല മണമാണ് ഇതിന്. നമ്മളിത് വെന്ത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഗരം മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട്
നമുക്ക് ഒരു അരമണിക്കൂർ വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് കുഴഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പ് രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തീരെ അങ്ങ് ഡ്രൈ ആക്കി എടുക്കത്തില്ല. കാരണം ഇതിൻ്റെ ആ ഒരു കുറച്ച് ഗ്രേവി ആ ചോറിനകത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്താൽ മതി. ഞാൻ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് കുറച്ച് ആ ചിക്കൻ്റെ കുറച്ച് ഗ്രേവി ഇതിനകത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ചോറും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ. ചോറ് കണ്ടോ, ഒട്ടിയൊന്നും പിടിക്കാത്ത ചോറാണ്. ഞാൻ ഇതിനകത്ത് ചോറുണ്ടാക്കുമ്പോൾ നാരങ്ങ നീരോ ഒന്നും ചേർത്തിട്ടില്ല. പക്ഷെ നല്ല ഭംഗിയായിട്ട് കിട്ടിക്കിട്ടുണ്ട്. നമ്മളത് കറക്റ്റ് ആ ഒരു വേവ് നോക്കി അങ്ങ് എടുത്താൽ മതി. അപ്പോൾ പിന്നെ കുഴപ്പമില്ലാതെ കിട്ടും. ചോറ് അധികം വേവരുത്. ചോറ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ആ ബിരിയാണിക്കൊരു സുഖം കാണത്തില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആ ചിക്കൻ ചേർത്ത് കൊടുക്കണേ. ചിലർ ചോറ് ഇങ്ങനെ സെപ്പറേറ്റ് വെക്കും, എന്നിട്ട് ചിക്കൻ കുറച്ചേ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കും. ഞാനിങ്ങനെ ഇത് രണ്ടും കൂടി ഇങ്ങനെ മിക്സാക്കി ഇങ്ങനെ അങ്ങ് ഒരു 10 മിനിറ്റ് ഗ്യാസിലൊക്കെ വെച്ച് അങ്ങനെയാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് അത്. ഇനി ഇതിലേക്ക് ഒരു സ്വല്പം നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇടയ്ക്ക് കുറേശ്ശെ നെയ്യൊന്ന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരുപാടങ്ങ് നെയ്യ് കൂടാനും പാടില്ല, എന്നാൽ അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കിട്ടുകയും വേണം. ഇത് സ്വല്പം ഉള്ളി നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരുന്നില്ലേ, അതങ്ങ് ചേർത്ത് കൊടുക്കണേ. ചോറ് ഇതുപോലെ കുറച്ച് ആഡ് ചെയ്യണം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ മേടിക്കാതെ കഴിയുന്നതും വീട്ടിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ അവർക്കൊരു സന്തോഷമാകും അല്ലേ. എപ്പോഴും വീട്ടിലെ ഫുഡ് കഴിക്കാനായിരിക്കും ഒരുമാതിരി എല്ലാവർക്കും ഇഷ്ടം. അപ്പം നമ്മളത് നമ്മളെ കൊണ്ട് പറ്റാവുന്നതാണെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യണം. ഇനി നമ്മൾ കുറച്ച് ചിക്കൻ വീണ്ടും ഇതിനകത്തോട്ട് ചേർക്കണേ. ചിക്കൻ ഒരുപാട് വലിയ കഷ്ണമായിട്ടല്ല മുറിച്ച് കിട്ടിയത്. ഈ കടക്കാർ അങ്ങനെ മുറിച്ച് തന്നതാണ്. ബിരിയാണി കട്ടെന്നൊക്കെ പറഞ്ഞ് കിട്ടുമല്ലോ. അപ്പം ഇതിനകത്ത് അങ്ങനെ നമ്മൾ വലുതായിട്ട് മുറിച്ചിട്ടില്ല. സ്വല്പം മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണേ. എന്നിട്ടുണ്ടല്ലോ കുറച്ച് ഗരം മസാല, ഇടയ്ക്ക് ഇങ്ങനെ ഒരു സ്വല്പം ഗരം മസാല ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അത് നമ്മൾ കൈകൊണ്ട് തന്നെ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ബാക്കിയുള്ള റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബിരിയാണിക്ക് കുറച്ച് നേരം ആ ഉള്ളി ഫ്രൈ ചെയ്യുന്നതും പിന്നെ ആ വഴറ്റിയെടുക്കുന്നതും അത്രയുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതങ്ങ് സെറ്റ് ചെയ്യാനുള്ള ആ ഒരു സമയമാകുമ്പോഴത്തേന് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതിനകത്തോട്ട് അങ്ങ് ആഡ് ചെയ്തേക്കാവേ. അതിൻ്റെ ആ ഗ്രേവി മുഴുവന് എടുക്കണം കേട്ടോ. അതിനകത്ത് ആ നെയ്യും ഒക്കെ ഉള്ള കാരണം നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ബാക്കി ലാസ്റ്റിൽ ഒരു സ്വല്പ ചോറുണ്ട്, ആ റൈസും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കണം. ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യണേ. എന്നിട്ടുണ്ടല്ലോ ഈ മല്ലിയിലയും പുതിന ഒരു സ്വല്പേ ആകാവുള്ളൂ. പുതിനയുടെ ആ ടേസ്റ്റ് വല്ലാതെ ഇങ്ങ് വരരുതേ. മല്ലിയില ഇങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കുക. അതൊരു സ്വല്പം പുതിനയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഓണിയൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നില്ലേ, അതും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കണേ. പിന്നെ ഈ കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം. നമ്മളൊരു ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ അത് പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക ഭംഗിയിലായിരിക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ ഗസ്റ്റൊക്കെയോ അല്ലെ നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിലും അത് കഴിക്കാൻ വരുമ്പോൾ ആ കാണുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ. അത് അന്നേരം അവർക്ക് നന്നായിട്ട് കഴിക്കാൻ തോന്നും, ആസ്വദിച്ച് കഴിക്കാൻ തോന്നും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ. ടേസ്റ്റും ഇതുപോലെ തന്നെ കേട്ടോ. കാണാനും കഴിക്കാനും നല്ലതാണിത്. എന്നിട്ടൊരു സ്വല്പം നെയ്യും കൂടെ നമ്മൾ മേളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കണേ. ഒരുപാട് പൊരി ഒഴിക്കണ്ട, എന്നാലും കുറച്ച് ബിരിയാണി അല്ലേ, സ്വല്പം നെയ്യുടെ ആ ഒരു ടേസ്റ്റൊക്കെ വേണം, എന്നാലേ അതിന് ആ ഒരു രുചി വരുത്തുള്ളൂ. ഒരു സ്വല്പം ഗരം മസാല അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് സ്പ്രെഡ്. നമ്മൾ അതൊക്കെ കൈകൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ. നമ്മൾ സ്പൂൺ ഇട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ അത് കറക്റ്റായിട്ട് എല്ലായിടവും കിട്ടത്തില്ലേ. അപ്പം അതും ഇങ്ങനെ ഒന്ന് ചെയ്യുക. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ സിമ്മിൽ വെച്ചേക്കും.
ഫ്ലെയിം സിമ്മിലേ വെക്കാവുള്ളേ. നമ്മളിത് ബിരിയാണി എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കി ഒരു സിമ്മിലേ വെക്കാവുള്ളേ. സിമ്മിൽ ഒരു 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ഇവിടെ റെഡി ആവുമേ. ഞാൻ ഇപ്പോൾ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. സിമ്മിലേക്ക് മാറ്റുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റായി ഞാൻ സിമ്മിൽ വെക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് സെർവ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.